ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ വാതുക്കെ നിൽക്കുന്നത്. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എൻ്റെ എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, എൻ്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവർ. അതുപോലെ എൻ്റെ മാനേജർ കരീഷ്മ, മാനേജർ എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരൻ, ഇപ്പം ഈ ക്യാമറ എടുക്കുന്ന എൻ്റെ ഒരു സഹോദരനാണ്. അവനൊരു പ്രതിഫലം പോലും ചോദിക്കാതെ. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക്. പിന്നെ അപ്പുറത്തെ തിരുമേനിയുടെ കൂടെയുള്ള കുട്ടി, അതുപോലെ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ആർക്കും ക്യാൻസർ രോഗം വരരുതെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു, അനവരതം ദൂതർ സ്ഥിതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. ആയിരം ദൂതസൈന്യം ആമോദമോടെ പാടുന്നു. അതിൽ നടുവിൽ ഞാൻ തിരുമിണമിട്ടി ആത്മീയ ഗീതങ്ങൾ പാടി ഞാൻ. ആശകളിൽ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു, അനവരതം ദൂതർ സ്ഥിതി ചെയ്യും നാഥനെ ആനന്ദത്തോടെ ഞാൻ കണ്ടു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഗാനമാണ് എന്നെ ഈ ആഴ്ച മുഴുവനും, സത്യം പറഞ്ഞാൽ ഈ ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ വഴി നടത്തിയ ഒരു സോങ് എന്ന് പറഞ്ഞാൽ ഈ സോങ് എനിക്ക് നൊസ്റ്റു തന്നെയാണ്. ഞങ്ങളുടെ പണ്ടത്തെ ഒരു ആൻറ്റി ഉണ്ട്, അങ്കിളുണ്ട്, ജോയി അങ്കിളും ബെറ്റി ആൻറ്റിയുടെ ആങ്ങള രാജു മാവിലക്കര അങ്കിളും വൈഫും പാടിയ പാട്ടാണ്. അപ്പം അവരൊക്കെ ആ തീരത്തെ അണഞ്ഞു. അവരൊക്കെ, അതായത് ആ രാജു മാവിലക്കര അങ്കിളും ആൻറ്റിയൊക്കെ ആ തീരത്ത് അണഞ്ഞു. അവരൊക്കെ മരിച്ചുപോയി. പക്ഷെ അവരുടെ ആ പാട്ട് ഇപ്പോഴും നമ്മൾക്ക് പ്രത്യാശ തരുന്നു. ഞാനിത് തുടങ്ങിയത് ഈ ഒരു ഗാനമാണ് എന്നെ ഇപ്പം ഈ കുറേ ദിവസമായിട്ട് ശക്തീകരിക്കുന്നത്. നിങ്ങൾ ഓർക്കും ഞാൻ എന്നെ ഇങ്ങനെ കിടക്കുന്നത്, എനിക്ക് നേരെ ഇരിക്കാൻ വയ്യ. ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഛർദിക്കുക തന്നെയല്ല, വയറ് ലൂസ് മോഷനാണ്, തലകറക്കമാണ്, പെടലിയെല്ലാം പൊട്ടി, പെടലിയുടെ സൈഡെല്ലാം പൊട്ടി. ഇന്നാണ് ഞാൻ കാണുന്നത്, തൊണ്ടയുടെ ഇവിടെ പൊട്ടി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണ്. അതുപോലെ ഇന്നിപ്പം എന്താണ്ടേ നിങ്ങളോർക്ക് ഒരുങ്ങിയിരിക്കുന്നതന്നെ ഇത് ഈ പിക്ക് ലൈന് ജസ്റ്റ് ഒന്ന് ബ്ലീഡിങ് ആയി, അത് ചെറുതായിട്ട്. അപ്പം ഞാൻ ബാത്റൂമിലെങ്ങാണ്ട് പോയപ്പോൾ ഫ്ലഷ് ചെയ്തപ്പോൾ എങ്ങാണ്ട് പറ്റിയതാണ്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി അത് ക്ലീൻ ചെയ്ത് നഴ്സുമാർ. അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ അത്രയും ദൂരെ വരണ്ട, ഇവിടെ എവിടെയെങ്കിലും ക്ലീൻ ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ, നഴ്സുമാർ. നമ്മളങ്ങ് ചെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വന്ന് ഫസ്റ്റ് കീമോ എന്ന് പറയുമ്പം കീമോ എന്ന് ഞാൻ കേട്ടിട്ടുള്ളതല്ല, നമുക്ക് അനുഭവിച്ചിട്ടില്ല നമ്മളിന്ന് വരെ. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, സത്യം പറഞ്ഞാൽ ക്യാൻസറിനെ എനിക്ക് പേടിയില്ല. പക്ഷേ ഈ അവസ്ഥ, ഈ വേദന, എൻ്റെ കുഞ്ഞ്, എൻ്റെ വീട്ടുകാർ, എൻ്റെ ചേച്ചി, ചേട്ടൻ, എൻ്റെ സഹോദരങ്ങൾ, എനിക്ക് ചുറ്റും നല്ല കുറച്ച് ആൾക്കാർ, എക്സ്പെഷ്യലി കരീഷ്മ, എൻ്റെ ചേച്ചി, കുറച്ച് പേരുണ്ട്, എൻ്റെ ചേട്ടാപ്പി, സച്ചു, എനിക്ക് പേര് പറഞ്ഞാലാണ് പപ്പ, അമ്മ, ഋതപ്പൻ, ലുതിയ, അമ്മ, ഇവരുടെ വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. എൻ്റെ കസിൻസൊക്കെ. എനിക്ക് വേദനയൊന്നുമില്ല, മീൻസ് എനിക്ക് പേടിയില്ല, ഭയമില്ല. ക്യാൻസറിനെ എനിക്ക് ഭയമില്ല. എൻ്റെ കണ്ടീഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. എന്ത് സ്റ്റേജാണെന്ന് ചെറുതായിട്ടറിയാം. അത് ചിലപ്പോൾ എന്തോ ആകട്ടെ, സ്റ്റേജ് എന്തോ ആകട്ടെ, ദൈവം വിടുവിക്കാൻ ശക്തനാണെങ്കിൽ ദൈവം വിടുവിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ പറയുന്നത് എൻ്റെ ഫസ്റ്റ് കീമോ അനുഭവമാണ്. ഞാനത് കീമോയ്ക്ക് മുന്നേ തൊടയിലൊരു മരുന്ന് കുത്തി. അതെന്തോ ആൻറ്റിബോഡിയാണെന്നാണ് പറഞ്ഞത്. അതങ്ങനെ സാധാരണ കുത്തുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. അത് ഇച്ചിരി ലക്ഷം വിലയുള്ള മരുന്ന് തന്നെയാണ്.
അത് കുത്തിയാലേ എന്തായാലും ഇത് കറക്റ്റ് ആവത്തുള്ളെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് ഈ മെഡിക്കൽ വേർഡോ കാര്യങ്ങളോ ഒന്നും അറിയില്ലെങ്കിൽ പോലും എൻ്റെ ആ ഒരു ഊഹാപോഹം വെച്ച് ഡോക്ടേഴ്സിൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കിയത് ആൻറ്റിബോഡി എല്ലാ പ്രാവശ്യവും ഈ 17 കീമോയിലും ഇത് കുത്തിവെക്കണം. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഞാൻ. അപ്പം കീമോ സ്റ്റാർട്ട് ചെയ്ത് ഉറക്കത്തിൻ്റെ ഒരു ടാബ് ആദ്യം തന്നു, ഇഞ്ചക്ഷൻ. മയങ്ങിപ്പോയി. എൻ്റെ കൂടെ എൻ്റെ ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, നേഴ്സ്, എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ നേഴ്സുമാരെയും ഡോക്ടർമാരെയും ദൈവതുല്യമായിട്ടാണ് ഞാനിപ്പോൾ അവരെ കാണുന്നത്. ഇപ്പോഴെന്നല്ല, അവരെ പണ്ടേ ഞാൻ ദൈവതുല്യമായിട്ട് തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് എന്നെ നോക്കുന്ന എൻ്റെ നേഴ്സുമാരും എൻ്റെ ഡോക്ടേഴ്സും മെഡിക്കൽ കോളേജിലെ മാലാഖമാർ തന്നെയാണ് അവരെ ഞാൻ അടുത്തറിയുന്നു. ഇപ്പം ആ ദൈവികമായ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ ആ മാലാഖമാരുടെ ചിറകിൻ്റെ കീഴിലുള്ള ആ ഒരു സാമീപ്യം ഞാൻ അടുത്തറിയുന്ന കുറച്ച് നിമിഷങ്ങളായിരുന്നു, കുറച്ച് ദിവസങ്ങളാണ്. ഇനി കുറച്ച് വർഷങ്ങളായിരിക്കും അത്. എങ്കിൽ പോലും കീമോ 2-3 മരുന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല. ഞാൻ നല്ല മയക്കത്തിലായിരുന്നു. മയക്കമെല്ലാം കഴിഞ്ഞ് കീമോ എടുത്തു കഴിഞ്ഞ് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല, തളർന്ന് ഞാൻ പോവാണ്. അപ്പം ഫുഡ് നന്നായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു, 2 മണിക്കൂർ ഇടവിട്ട് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വീൽ ചെയറിൽ ഒരു ചേച്ചി, ആ ചേച്ചിയൊക്കെയാണ് വളരെ സ്നേഹത്തോടെ അവർ എന്നെ കൊണ്ടുവന്ന് കാറെ കൊണ്ട് കയറ്റി വീട്ടിൽ വന്ന് കിടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് തളർച്ചയാണ്, ശരീരം ആസകലം വേദനയാണ്. എനിക്ക് നടുവേദന, തലവേദന, എനിക്കറിയില്ല എന്തൊക്കെയാണെന്ന്. പക്ഷെ ഛർദ്ദിച്ചില്ല ഞാൻ. ഓക്കാനം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ വൈകിട്ട് എനിക്കൊരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്, WBCയുടെ. ആ ഇഞ്ചക്ഷൻ എടുക്കാൻ ഞാൻ ചെന്നതും എനിക്ക് ഓർമ്മയുണ്ട്, ഇഞ്ചക്ഷൻ എടുത്ത് ഓർമ്മയുണ്ട്, തലകറങ്ങി വീഴുക. ഛർദ്ദിച്ച് മുഴുവൻ എൻ്റെ ചേച്ചിയുടെയൊക്കെ ദേഹത്തോട്ടൊക്കെ ഛർദ്ദിച്ച് പാവം അവശ നിലയിലായി. എന്നിട്ട് കൈ കൂടെ എന്തുവാ ഗ്ലൂക്കോസ് കുത്തി. വീട്ടിൽ വന്നാൽ ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് സങ്കടം വരുന്നത് എൻ്റെ വീട്ടുകാരെ ഞാൻ ഉറക്കത്തില്ലെന്നുള്ളതാണ്, വേറൊന്നുമല്ല. ഞാൻ ഈ രാത്രിയിൽ എനിക്ക് ഉറക്കമില്ല, മയക്കത്തിൽ. നിങ്ങൾക്കറിയാം, ക്യാൻസർ രോഗികളായിട്ടുള്ളവർക്കറിയാം, അതുപോലെ വേദന അനുഭവിക്കുന്ന നിമിഷങ്ങളാണിത്. ഇപ്പം ഞാൻ എന്താ പറയുക അതിന്, ഇപ്പം എന്നെ ഈ കുറ്റം പറയുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അറ്റൻഡേഴ്സ് പറഞ്ഞതാ, ഞങ്ങൾ എന്ത് വന്നാലും ക്യാൻസർ രോഗികളുടെ വൈസ്റ്റാൻസേഴ്സ് അങ്ങനല്ലേ പറയുന്നത്, അവരോട് ഞങ്ങൾ മാറി നിൽക്കാൻ പറയത്തില്ല. കാരണം ഈ ഒരു ക്യാൻസർ വാർഡിൽ ഞങ്ങൾ അവരെ ഒന്നും വേറെ ജസ്റ്റെങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറയത്തില്ല. വഴക്കല്ല, മാറി നിൽക്ക്, 2 പേര് നിൽക്കുക, ഞങ്ങൾ പറയത്തില്ല. കാരണം അതാണ് ക്യാൻസർ രോഗം. ക്യാൻസർ വാർഡിൽ ചെന്നാൽ മാത്രമേ അത് അറിയത്തില്ല. ഇന്നലെ ഞാനത് അനുഭവിച്ചു. ഞാൻ ഇന്നലെ ക്യാൻസർ വാർഡിൽ ചെന്നു. നിങ്ങൾ ഈ കുറ്റം പറയുന്നവർ എന്ത് കണ്ടിട്ടാണ് കുറ്റം പറയുന്നതെന്ന് എനിക്കറിയില്ല. ഒരു നിമിഷം മതി നമുക്ക് രോഗം വരാം. പക്ഷെ ദൈവത്തെ ഓർത്ത് ആർക്കും ഈ രോഗം വരുത്തരുതെന്ന് മാത്രമേ ഉള്ള പ്രാർത്ഥന. എൻ്റെ ശത്രുക്കൾക്ക് പോലും, പിതാവേ, എൻ്റെ ശത്രുക്കൾക്ക് പോലും ഈ രോഗം വരുത്തരുതേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നെ ഞാനാക്കിയ ദൈവത്തെ എവിടെ ചെന്നാലും, ഷൂട്ടാണെങ്കിലും എനിക്കിനിയും കിട്ടുന്ന എന്ത് പ്രോഗ്രാം ആണെങ്കിലും ദൈവത്തെ ഒരു നിമിഷം മഹത്വപ്പെടുത്തിയിട്ട് ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റാൽ, ഈ ക്യാൻസർ രോഗം എന്നെ വിട്ട് മാറിയാൽ, ഇല്ല, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ട്. പക്ഷേ എനിക്ക് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ മൈൻഡ് സെറ്റ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ചാരി ഇരിക്കുന്നത്. എനിക്ക് വയ്യ, ഒട്ടും വയ്യ, തീരെ വയ്യ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേലും എന്നെ ശപിക്കാതിരിക്കുക. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ട് എനിക്കൊരു ഋതപ്പനുണ്ട്. ആ കുഞ്ഞ് ഒരാഴ്ചയായിട്ട് അത് ഒന്ന് ചിരിച്ചു കാണുന്നില്ല അതിൻ്റെ മുഖം. അതിനെ ഓർത്ത് ഞാൻ ഓരോ നിമിഷവും ദുഃഖിക്കുവാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങളോട് എന്ത് പറഞ്ഞാലാണ് എനിക്കറിയില്ല, ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്, അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക, ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന്. കിച്ചു ഇല്ല, വന്നിട്ടില്ല, എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും, എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു, എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ വാതുക്കെ നിൽക്കുന്നതൊക്കെ. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എൻ്റെ എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, എൻ്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവർ.
അതുപോലെ എൻ്റെ മാനേജർ മാനേജർ എന്ന് ഞാൻ പറയുന്നില്ല, അതുപോലെ എൻ്റെ സഹോദരൻ, ഇപ്പോൾ ഈ ക്യാമറ എടുക്കുന്ന എൻ്റെ ഒരു സഹോദരനാണ്. അവനൊരു പ്രതിഫലം പോലും ചോദിക്കാതെ, പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക്. പിന്നെ അപ്പുറത്തെ തിരുമേനിയുടെ കൂടെയുള്ള കുട്ടി, അതുപോലെ ഒരുപാട് പേരെന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുമുണ്ട്. എനിക്കൊന്നും പറയാനില്ല. ആർക്കും ക്യാൻസർ രോഗം വരരുതെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും അടുത്ത കീമോയുടെ വിശേഷമായിട്ട് കാണാം. അപ്പം അതുവരെ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.